സീറോ എഫ്ഐആർ എന്നൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിലവിലില്ലായിരുന്നു. കർണാടക ഹൈക്കോടതിയാണ് ആദ്യമായി സീറോ എഫ്ഐആർ എന്ന് പറഞ്ഞത്. സീറോ എഫ്ഐആർ ഇടണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹം ചോദിച്ചാൽ ട്രാഫിക് ഒഫൻസുകൾക്ക് പോലീസ് എടുക്കാത്തതുകൊണ്ടാണോ, വനിതാ പോലീസ് എടുക്കാത്തതുകൊണ്ടാണോ? അല്ല, ഗ്രേവായ ഒഫൻസ്. ഇദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യം, പ്രത്യേകിച്ച് സെക്ഷൽ അസാൾട്ട്, മിസ്സിംഗ് തുടങ്ങി മനുഷ്യന്റെ ജീവിതത്തെയും പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ ഗ്രേവ് ഒഫൻസ് ഒക്കെ വരുമ്പോൾ ഒരാള് ഒരു നിയമ സംവിധാനത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ വളരെ ഇറസ്പോൺസിബിളായ നിയമ സംവിധാനം പ്രതികരിക്കുന്നു എന്ന് കണ്ടിട്ടാണ് കർണാടക ഹൈക്കോടതി ആദ്യം പറഞ്ഞത്. 2-3 വർഷം മുമ്പേ കർണാടക ഹൈക്കോടതി പറഞ്ഞു, ഇതിൽ ഒരാൾ നിയമ സംവിധാനത്തിന്റെ അടുത്തേക്ക് വന്നത് നിയമത്തിന്റെ അഭയം തേടി വരികയാണ്. അഭയം തേടി വരുമ്പോൾ അയാളെ ചിറകിനടിയിലേക്ക് കൊണ്ടുവന്ന് സംരക്ഷിക്കേണ്ട ബാധ്യത നിയമത്തിനുണ്ട്. അതിന് അധികാരാതിർത്തി അല്ല പ്രശ്നം. അങ്ങനെയാണ് സീറോ എഫ്ഐആർ സംവിധാനങ്ങൾ ആരംഭിച്ചത്. നിങ്ങൾ കേസ് എഫ്ഐആർ നമ്പർ ഇടണ്ട, നിങ്ങൾ അതിനെ എൻട്രി ചെയ്യൂ, നിയമത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരൂ. അങ്ങനെയാണ് കർണാടകയിൽ ആരംഭിക്കുക. എന്നാൽ CRPC സപ്പോർട്ട് ഇതിനകത്ത് ഇല്ലാതെ വരികയും പുതിയ അമെന്റ്മെന്റിൽ നമുക്ക് ഇത്തരം ഒഫൻസുകൾക്ക്, അദ്ദേഹം പറയുമ്പോൾ ട്രാഫിക് ഒഫൻസുകൾക്ക് നാളെ തൊട്ട് കണ്ടോൺമെന്റിൽ അപകടം നടന്നിട്ട് മ്യൂസിയത്തോട്ട് കൊടുത്ത് എഫ്ഐആർ എടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. അങ്ങനെയൊക്കെ നിയമത്തിന്റെ അല്ലേ റിലാക്സ്ഡായ ഒരു നിയമത്തിന്റെ പ്രയോഗമൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പോലീസ് സ്റ്റേഷൻ പോരാ. ഇപ്പൊ ചില പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ ട്രാഫിക് കേസുകൾ ഒന്ന് നോക്കട്ടെ, അപകടം നടന്നോ ഇല്ലയോ. ഇപ്പൊ ഏറ്റവും വലിയ പ്രധാനം എന്താ, GD എൻട്രി ഓൺലൈനിൽ കിട്ടും. GD എൻട്രി എടുത്തോ,